സുഹൃത്തുക്കളെ സെക്കൻഡ് പാർട്ടാണ് മറക്കാതെ കാണാം. അങ്ങനെ കോട്ടുപാടത്ത് പോയിട്ട് കോട്ടുപാടത്ത് പോയി വരുമ്പോ അവിടുന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വരുമ്പോ നമ്മള് ഒരു 2:30-3 മണിയാകുമ്പോൾ തിരിച്ചെത്തും. അന്നൊക്കെ ഒരാൾക്ക് ഇപ്പൊ ജോലി ചെയ്ത് എത്ര കൂലി കിട്ടുമ്പോ? അന്നൊക്കെ വളരെ കുറച്ച്. എന്റെ ഇപ്പൊ വല്യപ്പോ പണിയെടുക്കുകയാണെങ്കിൽ വൈകുന്നേരം അവളും വീട് അരച്ച 5,400 ഉറുപ്പ്യ. 5,4 ഉറുപ്പ്യ. അല്ല, ഒരു ഉറുപ്പ്യക്ക് 4 കാലാ അന്നത്തെ കാലത്ത്. 5,4 ഉറുപ്പ്യ കിട്ടും. ഈ 5 ഉറുപ്പ്യ അതിന്റെ പൈസ കൊണ്ട് വരെയൊക്കെ സാധനങ്ങൾ വാങ്ങണം, ഇപ്പന്റെ അത്യാവശ്യങ്ങളൊക്കെ നടക്കണം. അതിന്റെ ഇടയിൽ ആഴ്ചക്ക് ഒരു സിനിമക്ക് എന്റെ പോകും. അതിന് ആഴ്ചക്കല്ല, ഒരു മാസത്തിലൊരിക്കല്. അതിന് ഒരു 25 പൈസ കൂട്ടി വെക്കും. അതായത് ഏറ്റവും വലിയൊരു ലോകക്കാരൻ പാലക്കൽ മൈമാക്കന്റെ കൂടെയാണ് ഇപ്പൊ സിനിമക്ക് പോകല്. ഇപ്പൊ രണ്ടാളും ഇല്ല. ചെറിയ കമ്പനി. എന്റെ വെല്ലിമന്റെ ഒരു ഉമ്മ ഉണ്ടായിരുന്നു, 125-ാമത്തെ വയസ്സിലിട്ട് മരിച്ചു ഏകദേശം. ആ വെല്ലിമ ഞാൻ ഭയങ്കര കമ്പനിയായിരുന്നു. ഇവിടെ അങ്ങനെ അയാളും ഇതും കൂടിയാണ്. എന്നാലും എന്റെ ഭർത്താവ് ഞാൻ മരിക്കുന്നവർക്കും ഒരു അനാവശ്യത്തിന് പോയിന്നോ അല്ലെങ്കിൽ ഒരു കളങ്കത്തോട് കൂടെ ജീവിച്ചിരുന്നോ എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റൂല. അങ്ങനെ അടിയൊന്നും കിട്ടാനില്ല. അങ്ങനെ വടി കിട്ടാനുള്ള വഴി ഉണ്ടാക്കിയിട്ടില്ലല്ലേ ഞാൻ. അങ്ങനെ ആയിട്ടില്ല. പിന്നെ പറഞ്ഞാൽ എനിക്ക് വലിയൊരു ബാധ്യതയോട് കൂടെയാണ് അവർ എന്നെ കല്യാണം കഴിച്ചുകൊണ്ടത്. അതായത് ഒരമ്മ കണ്ണുണ്ടൂടാത്ത ഒരാളാ. കണ്ണിന് തിമരം വന്ന് മൂടി കഴിഞ്ഞ് 2 കണ്ണ് മൂടി കഴിഞ്ഞിട്ട് എല്ലാ ആവശ്യത്തിനും ഒരാളെ സ്വാധീനം ഇല്ലാതെ പോകാൻ പറ്റൂല. അത് നമ്മൾ അതായത് മറക്കിരിക്കാൻ പോലും, മൂത്രമൊഴിക്കാൻ പോകണം, കുളിപ്പിക്കണം, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യണം. അത് ഭർത്താവിന്റെ വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എട്ടും പൊട്ടും തൊറയാത്ത ഒരു സമയത്താണ് ഞാൻ ഭർത്താവിന്റെ കൂടെ വന്നത്. അപ്പൊ കുറച്ച് പ്രായമുള്ള ഉപ്പയുണ്ട്. ഇപ്പൊ ഞാൻ വന്ന് 22-ാമത്തെ ദിവസവും ഇപ്പൊ മരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചെറിയ ചെറ്റക്കുടല്. ഓല വീട് ചെറ്റക്കുടലാണ്, വളരെ ചെറ്റക്കുടല്. എല്ലാ വീടുകളില്ല, ഇവർക്ക് വീടുണ്ടാക്കാൻ കഴിയില്ല. അങ്ങനെ വീടുണ്ടാക്കാൻ കഴിയാ പോലെ ഈ ചെറ്റക്കുടലിൽ നിൽക്കും. മൂപ്പരാള് വീടി അരക്കും. വീടി അരച്ചിട്ട് എന്തെങ്കിലും കിട്ടിയ ചായന്റെ വെള്ളം കുടിക്കും. പിന്നെ 1 കിലോ പൂളുണ്ടെന്ന് നമ്മള് 2 ദിവസം 3 ദിവസം വെക്കണം. അല്ല, ചായക്ക് കൂട്ടാണ്ടാക്ക. അത് ഈ കൂട്ടാണ്ടാക്കൽ എങ്ങനെയാന്ന് പറഞ്ഞാല് ഒരു പൂളെടുത്തിട്ട് കൊത്തി നുറുക്കിയിട്ട് ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടിട്ട് പൂള വെക്കുക ചെയ്യാം. ആ പൂള വെച്ചിട്ട് അതാണ് നമ്മൾ രാവിലെ ചായ കൂട്ടുക. അരിന്റെ പലഹാരങ്ങളോ മറ്റുള്ളോ ഉണ്ടാക്കാൻ കഴിയില്ല. ഇന്നെ കല്യാണം കഴിച്ചോണ്ട് വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അരിക്കൊക്കെ. നമ്മൾ ഗോതമ്പത്തിന്റെ കഞ്ഞിയൊക്കെയാണ് കുടിക്കല് സാധാരണ. അപ്പൊ അങ്ങനെ ഇതായപ്പോ പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം റേഷന്റെ അരി കിട്ടണം എന്നാണ് നമ്മളോടൊരു ചോറ് വെക്കുക. ആഴ്ചയിൽ ഒരു ചോറ് വെക്കും. അല്ല, അത് പറഞ്ഞാല് പിന്നെ രസം ഒരു അരസേറ് സേറിന്റെ അടുത്തിട്ട് കഞ്ഞി വെക്കും. ഉച്ചക്ക് കഞ്ഞി വെച്ചിട്ട് അതിനൊരു കൊട്ടക്കയിൽ ചോറ് ഊറ്റി വെക്കും. ഒരു കൊട്ടക്കയിൽ ചോറ് ഊറ്റി വെച്ചിട്ട് എന്റെ വല്യപ്പൊക്കെ കൊടുക്കും. ഒരു കൊട്ടക്കയിൽ ഊറ്റി വെക്കുക ചോറ്. അതായത് ചെറിയൊരു കുഞ്ഞു കൊട്ടക്കയിലുണ്ടാവും. ഒരു കുഞ്ഞു കുടുക്കയിലാണ് നമ്മൾ വെക്കുക. ആ കുഞ്ഞു കുടുക്കയിൽ ചോറ് ഊറ്റി വെച്ച് കഴിഞ്ഞാല് ഒരു ചെറിയ ഒരു അരണന്റെ നാക്ക് പോലത്തെ ഒരു തേങ്ങന്റെ കഷ്ണം അരച്ചിട്ട് ഒരു ഇച്ചിരി കറി വെക്കും വല്യപ്പക്ക്. ആ കറിയും കൂട്ടിയിട്ട് വല്യപ്പ ചോറും നമ്മൾ ആ ചോറ് വെന്ത കഞ്ഞിൻ്റെ വെള്ളം കുടിക്കും. വായക്കത്തോടും കുഞ്ഞമ്മത്തിയും കൊണ്ടുവന്ന് പൂളിയും കൂടി കറി വെച്ചിട്ട് ആ കറിയും ഈ കഞ്ഞിയും കൂടിയാണ് നമ്മൾ കുടിക്കുക. രാത്രിയും പകലൊക്കെ ഏറിയ സമയത്ത് അങ്ങനെ തന്നെയാണ്. പിന്നെ ഭക്ഷണത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയത്താണ്. അതായത് 1 കിലോ അരിക്ക് 7 അണ കൊടുക്കണം. ഇവിടെ നെല്ലുത്തി ഒരു കുത്തരിക്ക് ഒരു ആള് മാനാക്കാന്ന് പറഞ്ഞ ആളവിടെ കരിഞ്ചന്ത കുത്തലുണ്ട്. അതന്നെ വെള്ളത്തിൽ പൊതിർത്തി കൊണ്ടുവന്ന അതേപോലെയുള്ള നെല്ല് കുത്തിയിട്ട് അരി ഉണങ്ങൂല, പിന്നെ കടിച്ചാ പൊട്ടൂല. ഇങ്ങനെ അവിലിന്റെ മാതിരി ചതുങ്ങി നിൽക്കുക ചെയ്യുക. അത് കൊണ്ടുവന്ന് വെച്ചാല് 1 കിലോ അരി കൊണ്ടുവന്നാൽ നമ്മൾ 2 ദിവസം വെക്കണം. അത് വെച്ചിട്ട് ഈ പണി തന്നെയാണ് ചെയ്യുക. അപ്പൊ നല്ലപോലെ. അപ്പൊ ഏകദേശം 4 മിനിറ്റ് ആവാൻ. അപ്പൊ ഇനി അടുത്ത പാർട്ട് വേണമെന്നുള്ള ആൾക്കാർ വീണ്ടും കമന്റ് ഇടുക. അപ്പൊ നെക്സ്റ്റ് പാർട്ട് വീഡിയോസ് ഇപ്പൊ വരും. ഓക്കെ.